അപ്പം പറ്റുന്നത്ര വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും അമ്പലങ്ങളിൽ പോകാറുണ്ട്. അതിൽ വെള്ളിയാഴ്ച ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ആറ്റുകാലമ്പലത്തിലാണ്. ആറ്റുകാലമ്പലത്തിൻ്റെ മുൻവശമാണ് കാണുന്നത്. അവിടെ നമ്മൾ അമ്മയ്ക്കുള്ള പൂവും പിന്നെ എണ്ണയും തിരിയും ഈ പറയുന്ന പോലെ പട്ടും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഉള്ള കടകളിൽ നമുക്കിതെല്ലാം അവൈലബിളാണ്, എല്ലാം വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ അവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് വഴി കൂടെ തന്നെയാണ് അകത്തേക്ക് പോകേണ്ടത്. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ബുധനാഴ്ചകളിൽ അമ്മ ഗണപതി ക്ഷേത്രത്തിലും വെള്ളിയാഴ്ച ആറ്റുകാലുമാണ് വരുന്നത്. നമ്മൾ ആറ്റുകാല് വരുന്ന ദിവസം നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ ആദ്യം കയറിയിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് തമ്മിൽ, എന്നാലും നമ്മൾ വരും. അമ്മ പോകുന്നത് കൊണ്ട് എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ അമ്മയുടെ കൂടെ ഞാനും കുഞ്ഞും വരും. പപ്പ ഇപ്പം ഇവിടെ ഇല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ പപ്പയെ ഞങ്ങളെല്ലാവരും കൂടെ പോകും. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണേ. അകത്തോട്ട് കയറുന്ന അവിടെ മൊബൈൽ അവൈലബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ പുറത്ത് പിന്നെ നാരങ്ങ വിളക്ക് കത്തിക്കാനുണ്ട്. അതിന് അപ്പം നമുക്ക് അത് കാണാം. ഇത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ മുൻവശത്ത് തന്നെയുള്ള നാരങ്ങ വിളക്കിൻ്റെ കത്തിക്കാനായിട്ട് അങ്ങോട്ട് പോവാം. ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എൻ്റെ കൗണ്ടറിലോട്ട് പോവാം. ഒരുപാട് ആൾക്കാരുണ്ട്. ആറ്റുകാൽ പൊങ്കാല വരുവാണ് അടുത്ത മാസം. അങ്ങനെ അതിൻ്റേതായ തിരക്കുകളൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല തിരക്കാണ്. നമ്മൾ നാരങ്ങ വിളക്ക് വാങ്ങിച്ചു. നമ്മൾ 50 രൂപയുടെ ഒരു ദർശന വിളക്കിൻ്റെ ഒരിതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അത് കത്തിക്കാനായിട്ട് പോവാം. അങ്ങനെ ഞാൻ ആദ്യം ഒരു റൗണ്ട് കത്തിച്ചു, പിന്നെ അമ്മ ബാക്കി ഉള്ള നാരങ്ങ വിളക്കുകൾ കത്തിക്കുകയാണ്. കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട്. കാരണം വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസം. അങ്ങനെ ഒക്കെ ആയിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. ഞങ്ങൾ ഇടയ്ക്ക് പുറത്ത് പോകുന്നത് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാരെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എൻ്റെ ഫോണിൽ അങ്ങനെ നോക്കി ചിരിക്കാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ വന്നത് ഫ്രണ്ട് ഗേറ്റിൻ്റെ ഇവിടെയാണ്. അപ്പം പിന്നെ അതിൽ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തോട്ട് പോവുകയാണ്. അവിടെ നമുക്ക് ഇവിടെ ഒരു കുളമുണ്ട്. അങ്ങനെ അതുകൂടെ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ പോലെ ചെറുതായിട്ടൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ആ കുളം. നമ്മൾ ഫ്രണ്ടിൽ വന്നപ്പം ആശാത്തിയുടെ അടുത്തൊരു ആൻറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നോക്കിയിരിക്കുവാണ്. അങ്ങനെ ആൻറ്റിയോടും സംസാരിച്ചൊക്കെ അന്നത്തെ ഒരു ദിവസം അമ്പലത്തിലെ ഒരു വൈബായിട്ടൊക്കെ അങ്ങ് പോയി. അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോകും.